നമുക്കൊരു അടിപൊളി പെട്ടെന്നൊരു 10-20 മിനിറ്റ് കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചിക്കനിൽ മഞ്ഞൾ, മുളക്, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് 10-20 മിനിറ്റേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും എടുത്തിട്ട് നമുക്ക് ഒരു 5-6 ഉള്ളി, 6-7 ഉള്ളി എടുത്തിനെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനൊരു 1/2 കിലോ അങ്ങനെ അരി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ഉള്ളി വഴറ്റി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, 5-6 ഒരു 10-12 വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെരിഞ്ചീരകവും പച്ചമുളകും കൂടി അരച്ചെടുത്തതാണ്. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പിന്നെ ഒരു 2-3 തക്കാളി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റണേ, എന്നാലേ അതിൻ്റെ മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് പെട്ടെന്നാവുന്നൊരു പിന്നെ ഈസി റെസിപ്പിയാണ്. അപ്പം നമ്മൾ മാറ്റി വെച്ച ചിക്കനില്ലേ, അതും കൂടി നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. അതൊന്ന് ഒരു ചിക്കൻ്റെ നിറമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഒരു കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് പിന്നെ കുക്കറിൽ ഒറ്റൊരു വിസിലടിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം വിസിലടിച്ച് കണ്ടോ, അടിപൊളിയായിട്ടില്ലേ, നല്ല മസാലയാണ്. അപ്പം നമുക്ക് പിന്നെ ഒരു പാൻ എടുത്തിട്ട്, ഞാൻ ചെറിയ 1/2 കിലോ ആയതുകൊണ്ട് കുറച്ച് അല്ലേ വേണ്ടു, ബിരിയാണി ചെമ്പൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് കാഷ്യൂവും മുന്തിരിയും നമുക്ക് അതുപോലെ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, നമ്മുടെ മസാലകളെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനൊരു അരി ഒരു 10-15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായ ജീരകശാല അരിയാണ് എടുക്കുന്നത്. അതൊന്ന് അരിപ്പയിലിട്ട് വെച്ചത് നല്ലോണം ഒന്ന് വറക്കണം കേട്ടോ. വറക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല സ്മെല്ല് വരുന്ന ഒരു ടൈം വരെ നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം നല്ലൊരു സ്മെല്ല് വരും അരിൻ്റെ, ആ സ്മെല്ല് വരെ നമുക്ക് എടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. വെള്ളം തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. പെട്ടെന്നാവുകയും ചെയ്യും, പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിട്ട് അതിലേക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ടെക്സ്ചർ ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സിമ്മിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അരി വെന്ത് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് അരിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് സിമ്മിലിടാം കേട്ടോ. എന്നിട്ട് സിമ്മിലിട്ടിന് പിന്നെ ചോറായി കഴിഞ്ഞ് ഇനി നമുക്ക് ദമ്മിലിടുന്ന പരിപാടിയാണ്. ദമ്മെന്ന് പറഞ്ഞാൽ 2 മിനിറ്റേക്കുള്ളത്. അപ്പോൾ ചോറെടുത്ത് മാറ്റി വെച്ച് നമ്മുടെ മസാല, ചോറ് കുറച്ചെടുത്ത് മാറ്റി വെച്ച് നമ്മുടെ മസാല ഇതിന് മേലെ ഇട്ട് പിന്നെ കുറച്ച് ചോറും കൂടി അതിലിട്ടിട്ട് പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാം. മുന്തിരി, അണ്ടിപ്പരിപ്പ്, നമുക്ക് എന്താ പിന്നെ ഒരു കുറച്ച് ഉള്ളി വേണമെങ്കിൽ ഫ്രൈ ചെയ്തിടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല, സമയപരിധി മൂലം ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും ഒക്കെ മേലെ വിതറി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇട്ടാൽ നല്ല ഒരു ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഞാനൊന്ന് ചെറുതീയിൽ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലെമണും കൂടി ഒഴിച്ചാൽ മതി. അടുത്ത വീഡിയോ കാണും.